നമുക്കറിയാം ബീഹാർ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. നിലവിൽ എൻഡിഎ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും കരുതിയത് കേന്ദ്ര സർക്കാരിന് എതിരാവും രാജ്യമെന്നാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് കാര്യങ്ങൾ പോയത്. അത് മാത്രമല്ല, ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ജാതി സെൻസസ് എന്ന് പറഞ്ഞ ഒരു ആശയത്തിന് ആദ്യമായി മുറവിളി കൂട്ടിയത് ബീഹാറിൽ നിന്നായിരുന്നു. ഒടുവിൽ ഇതാ ജാതി സെൻസസ് അനുമതി ലഭിച്ചിരിക്കുന്നു. ജാതി സെൻസസ് നടക്കുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാകാനാണ് സാധ്യത എന്നാണ് പലരും വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കൊക്കെ ഒടുവിൽ ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്, അഭിപ്രായ സർവേകൾ എടുത്തപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻതൂക്കം. മോദി തരംഗമാണ് ബീഹാറിലെങ്ങും എന്നുള്ളതാണ്. അതായത് വീണ്ടും അധികാരത്തിൽ ഒരുപക്ഷെ എൻഡിഎ സർക്കാർ എത്തിയേക്കാം. അതല്ലെങ്കിൽ ബിജെപിക്ക് വ്യക്തമായ ഒരു ആധിപത്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ള അഭിപ്രായ സർവേകളാണ് പുറത്തു വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്താണ്? അടുത്ത് നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദിയും എൻഡിഎയും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുമെന്ന അഭിപ്രായ സർവേ. അപ്രതീക്ഷിതമല്ല ഈ ഒരു വിലയിരുത്തല്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നടന്ന ഈ പഠനം, ഈ അഭിപ്രായ സർവേ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻഡിഎക്ക് 49% വോട്ട് കിട്ടുമെന്നാണ്. ഇന്ത്യ മുന്നണിക്ക് പരമാവധി 36% വോട്ടാണ്. ഒവൈസി അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു. ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1% വോട്ടേ കിട്ടുള്ളൂ. പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് രംഗത്ത് വന്ന പഴയ സൈക്കോളജിസ്റ്റ് പ്രശാന്ത് കിഷോർ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കും 1% വോട്ട് കിട്ടും എന്നാണ്. ഇതില് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നിതീഷ് കുമാർ എന്ന് പറയുന്ന വെറ്ററൻ ബീഹാർ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഇമേജ് ഇന്നും ഉയർന്നു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, നരേന്ദ്രമോദി. ഈ തെരഞ്ഞെടുപ്പില് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വർധനവുണ്ടായത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഭിപ്രായ സർവേ നടന്നത് പഹൽഗാമിന് ശേഷമാണ്. കാശ്മീരിലെ പഹൽഗാമില് നമ്മുടെ വിനോദസഞ്ചാരികളെ പാക് ഭീകരന്മാര് കൂട്ടക്കൊല നടത്തിയതിനു ശേഷമാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥ, ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്താഗതിയിലെ മാറ്റം, അതൊക്കെ കണക്കിലെടുത്താൽ ഒരുപക്ഷെ ഈ 49% അല്ല, 50 55% എൻഡിഎക്ക് വോട്ട് കിട്ടിയാൽ പോലും അതിശയിക്കാനില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ വിശകലനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 40 മണ്ഡലങ്ങളില് ജെഡിയുവിനും ബിജെപിക്കും 12 സീറ്റ് വീതമാണ് കിട്ടിയത്. ചിരാഗ് പാസ്വാന്റെ എൽജെപിക്ക് HAMSന് 1 സീറ്റും കിട്ടി. അപ്പോ 14/6 20 സീറ്റ്, 24/6 30 സീറ്റ് അന്ന് എൻഡിഎക്ക് കിട്ടി. 40-ൽ 30 സീറ്റ്. മറുപക്ഷത്ത് 10 സീറ്റാണ് ഉണ്ടായിരുന്നത്. RJDക്ക് 4, കോൺഗ്രസിന് 3, CPI MLന് 2, ഒരു സ്വതന്ത്രനും. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഭേദപ്പെട്ട നല്ല വിജയം കാഴ്ചവെക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരുന്നു ബീഹാറിൽ. അതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. 2020 ഒക്ടോബറിലാണ് ഇതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് RJD കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയത് 23.11% വോട്ടാണ്.
JDU-നും BJP-ക്കും ചേർന്ന് കിട്ടിയത് ഏതാണ്ട് 34-35% വോട്ടാണ്. ഏതാണ്ട് പാസ്വാന്റെ പാർട്ടി ഉൾപ്പെടെ 40%-ലേറെ വോട്ട് കിട്ടി. അങ്ങനെ BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് 125 സീറ്റും പ്രതിപക്ഷത്തിന് 110 സീറ്റുമാണ് കിട്ടിയത്. പക്ഷെ ഇന്നിപ്പോ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ BJP-ക്ക് കഴിയുന്നു, NDA-ക്ക് കഴിയുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം, ബീഹാറിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കോൺഗ്രസും RJD-യും ഒന്നിച്ചാണ് നീങ്ങുന്നത്. അതിന്റെ ഒപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, CPI ഉണ്ട്, CPI-ML ഉണ്ട്. അങ്ങനെ BJP വിരുദ്ധരെല്ലാം ഒറ്റ കൊടക്കീഴിൽ വന്നിട്ടാണ് നേരിടുന്നത്. ആ നിലയിൽ BJP-ക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ അവർക്ക് കഴിയേണ്ടതാണ്. പക്ഷെ ഈ ഒക്ടോബറിൽ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഏതാണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നത്. അവിടെ BJP വലിയ വിജയം നേടും എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഈ അഭിപ്രായ സർവേയിൽ പറയുന്നത് 40 മുതൽ 49 വരെ, 50 മുതൽ 59 വരെ പ്രായമുള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും നിതീഷ് കുമാർ വോട്ട് ചെയ്യും, NDA-ക്ക് വോട്ട് ചെയ്യും എന്നാണ്. സ്ത്രീകളിലെ 60%-ലേറെ NDA-ക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് അഭിപ്രായ സർവേ കാണിക്കുന്നത്. ചെറുപ്പക്കാരിൽ ഒരു ചെറിയ വിഭാഗം ലാലു യാദവിന്റെ മകനൊപ്പം നിൽക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവിടെ നാം വേറൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, ലാലു യാദവിനെതിരായിട്ട്, ആ കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് കേസുകളുണ്ട്, അഴിമതി കേസുകൾ. ലാലു ഇപ്പോൾ തന്നെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പരോളിൽ ഇറങ്ങിയിരിക്കുക. ആരോഗ്യ കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളെങ്കിലും അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും മറ്റും സമ്മേളനങ്ങളിലും യോഗങ്ങളിലും ഒക്കെ സജീവമായിട്ടുണ്ട് താൻ. പക്ഷേ ഈ അഴിമതി കേസുകൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു, കോടതിയിലെ വിചാരണയും ഒക്കെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളും നമ്മൾ ബീഹാറിൽ നിന്ന് കാണുന്നുണ്ട്. അതൊക്കെ ബീഹാർ രാഷ്ട്രീയത്തില് സജീവ ചർച്ചാ വിഷയമാകുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ ഇതുപോലെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അടുത്തെങ്ങും ഉണ്ടായിട്ടുണ്ടാവില്ല. 55% വോട്ടൊക്കെ ഒരു സഖ്യത്തിന് കിട്ടുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധാരണമാണത്. ആ നിലയിലേക്ക് മോഡി സഖ്യം മാറുന്നു. മോഡിക്കൊപ്പമാണ് ബീഹാർ, നിതീഷിനൊപ്പമാണ് ബീഹാർ. അതൊരു ചരിത്ര വിജയത്തിന് BJP-ക്ക് സമ്മാനിക്കാൻ, NDA-ക്ക് സമ്മാനിക്കാൻ ബീഹാർ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഈ അഭിപ്രായ സർവേയിൽ നിന്ന് നമ്മളൊക്കെ വിലയിരുത്തേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.